ആരാടാ? ഞാനാ. അതല്ല, വാതിൽ മുട്ടണത് ആരാന്ന് അതറിഞ്ഞൂടോ? ആരാ? കേശവണ്ണാ, കേശവണ്ണ ഞാൻ ഇറങ്ങി വന്നെന്നാ. ഇറങ്ങി വന്ന കേശവണ്ണ അണ്ണനെ കാണാൻ ഞാൻ വന്നെന്നാ. ഓഹോ, അപ്പൊ നീ ട്രിവാൻഡ്രത്തുനിന്ന് ഓറ സെറ്റ് ആക്കിയല്ലേ? എന്താ ചേച്ചി പറയണത്? ആരാ? അണ്ണാ, അണ്ണനെ മനസ്സിലായില്ലേ? ഞാൻ അണ്ണനെ രേവതി. രേവതിയാ? ഓ അണ്ണാ. ആരല്ലയാ? അണ്ണം വിളിച്ചിട്ട് തന്നെ അല്ലേ വന്നത്? അണ്ണം തന്നെ അങ്ങ് ഡീൽ ചെയ്യും. സത്യം പറ, ആരത്? പൊന്നേച്ചി സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അണ്ണാ, അണ്ണനെ അറിഞ്ഞൂടാ. ഞാൻ അണ്ണാ രേവതി അണ്ണാ. നീ എന്ന് പോയാ? നീ ഏതാ? മര്യാദയ്ക്ക് ആ കൊച്ചിനെ വിളിച്ചോണ്ട് ഇവിടുത്തെ ഇറങ്ങിക്കോളണം. എന്റെ പൊന്നേച്ചി സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അണ്ണാ, അണ്ണമ്മ നമുക്ക് പോവാം. എനിക്ക് ഇരുട്ടത്ത് ഒറ്റയ്ക്കാൻ പേടി. അണ്ണമ്മ ചെല്ലണ്ണ. പറഞ്ഞു അതെ. എന്തിനാ? ഈ രേവതിയാണോ അതോ രേഷ്മയാണോ? അണ്ണാ, അണ്ണന്റെ രേവതി അണ്ണാ. അതല്ല, ഫ്രണ്ടിന്റെ ഫ്രണ്ട്. അണ്ണ തുറ അണ്ണാ. തുറക്ക. ആളുള്ളതാ കേട്ടോ. രേവതി. രേവതി എന്തോ? കേശവണ്ണ, കേശവണ്ണ മനസ്സിലായില്ലേ? കേശവണ്ണ അമ്മായിയാ? അമ്മായി. വെറുതെ ആഗ്രഹിച്ചല്ലേ മോനെ? ഞാൻ അല്ല, അമ്മ എന്താ ഈ പാതിരാത്രിക്ക്? ആകാശത്തിന്റെ കീഴിൽ ഈ രാത്രിയും പകലെല്ലാം ഒരുപോലെയാണ്. എന്നാ പിന്നെ അമ്മായി പുറത്തു കിടന്നു. അങ്ങനെ തുറടാ. അല്ല, ഇതിപ്പോ എവിടെന്നാ വരണേ? തൃശ്ശൂർ ചെന്ന് വണ്ടി എടുത്ത് നേരെ പാലക്കാട്, പാലക്കാട് നേരെ പൊള്ളാച്ചി, പൊള്ളാച്ചി നേരെ മധുരൈ, എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് ദേ ഇവിടെ എത്തി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഞാൻ വന്നല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിച്ചിരിക്കാം. സമയമില്ല. ഗുഡ് നൈറ്റ്. ഉറക്കം. അതെ, ഉറക്കം വരുന്നു. പോയി കിടന്ന് ഉറങ്ങി പോ. കഴിക്കാൻ വല്ലതും ഉണ്ടാടേ? അതൊക്കെ അമ്മൂമ്മ ചോറൊക്കെ വെള്ളത്തിലിട്ട് വിളിക്കണം അമ്മായിയമ്മേനെ. വേണ്ട, എന്താ വന്ന് കിടന്ന് ഉറങ്ങും. ശരി കേറ്. ഓ, ഞാൻ പൂട്ടാം. പോകോ.